വടകര നഗരസഭ കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം ഹരിത കർമ്മസേനയ്ക്ക് യൂണിഫോമും സുരക്ഷാ ഉപകരണങ്ങളും MCF-ലേക്ക് മറ്റു ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. KSWMP-യുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടെ തന്നെ നടത്തപ്പെടുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വേഗത്തിൽ അതൊക്കെ തന്നെ നമുക്ക് നിർവഹിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ചെറിയൊരു പ്രയാസം വന്നു. ഞാനും നിങ്ങളും കാരണം നമ്മൾ പല മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്തു പോയതാണ് നിങ്ങളുടെ യൂണിഫോം ഉൾപ്പെടെ വൈകുന്ന കാരണം പറഞ്ഞുകൊണ്ട്. പക്ഷേ വൈകാനുള്ള കാരണം എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഇതിലൊരു മെയിൻ ആള് എന്നുള്ള രീതിയിലേക്കായതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിർവഹിച്ച് എളുപ്പത്തിൽ പോകാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം എത്താൻ വേണ്ടി സാധിച്ചത്. അതിനിടയിൽ തന്നെ നമുക്ക് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം, പ്രിൻ്റർ, 40ഓളം ചെയറുകൾ, വാട്ടർ പ്യൂരിഫയർ, വെയിങ് മെഷീൻ, ഗ്ലൗസ്, ഷൂ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, യൂണിഫോം, ഓവർകോട്ട്. ഇതിൽ ഓവർകോട്ടും യൂണിഫോമുമാണ് ഇന്ന് നമ്മൾ ഈ ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് നിർവഹിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ വന്നെത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സഹായകരമായ രീതിയിലേക്ക് ഏറ്റവും വേഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് നല്ലൊരു പരിപാടിയായിട്ട് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് യൂണിഫോമും നമ്മുടെ ഓവർകോട്ടും ഇന്നത്തെ ഈ രീതിയിലേക്കുള്ള ചടങ്ങിൽ വെച്ച് കൈമാറണം എന്നുള്ളത് തീരുമാനമെടുത്തിട്ടുള്ളത്. ഏതായാലും നമ്മുടെ കോർഡിനേറ്റർ മണലിനെ ഇവിടെ കാണാനില്ല. നമ്മുടെ 93 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ വടകര നഗരസഭയുടെ 47 ടീമിനെ വാർത്തെടുക്കുകയും നമുക്ക് ആൾപങ്കാളിത്തം കുറഞ്ഞ സമയത്തേക്ക് എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് 93 അംഗസംഖ്യയോടുകൂടെയുള്ള വലിയൊരു ഹരിതകർമ്മ സേന ടീം വടകര നഗരസഭയ്ക്കുണ്ട്. ഈ അജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, നമ്മളെല്ലാ വാർഡുകളിലേക്കും നിങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വാർഡ് കൗൺസിലർ മുഖാന്തരവും അതുപോലെ തന്നെ വാർഡിനെ ചാർജുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഉത്തരവാദിത്വത്തിലും മുൻകൂട്ടി തന്നെ ഇന്ന മാസം ഇന്നതാണ് നമ്മുടെ വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ പറയുന്നതിന് അടിസ്ഥാനത്തിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ മാറിക്കൊണ്ട് നമുക്ക് തരാനുള്ള യൂസർ ഫീയും അതുപോലെ തന്നെ പാഴ്വസ്തുക്കളും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. അതിലിപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാർഡിലൊരു 300 വീടാണെങ്കിൽ 300 വീട്ടിലൊരു 5ഓ 6ഓ ആളുകളായിരിക്കും ഒരുപക്ഷെ നമ്മളടുത്ത് മാറി നിൽക്കുന്നത്. ആ മാറി നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളും ചുമതലയുള്ള JHIമാരും വാർഡിലേക്ക് ഇറങ്ങിയിട്ട് അവരെ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുള്ള മാറ്റം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ തന്നെ സഹായത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 100% യൂസർ ഫീ കളക്ട് ചെയ്യുന്ന നഗരസഭ എന്നുള്ള കോഴിക്കോട് ജില്ലാതല അവാർഡ് നമുക്ക് കഴിഞ്ഞ മാസം കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത AP സ്വാഗതം പറഞ്ഞു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിത പതേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, CDS ചെയർപേഴ്സൺ, കൗൺസിലർമാർ, ഹരിതകർമ്മസേന സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആരോഗ്യ വിഭാഗം മേധാവി രമേശൻ KP നന്ദി പറഞ്ഞു. HI ശശി NR, JHI വിക്ഷ ഗോപാലൻ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, KSWMP എഞ്ചിനീയർ ലിവിൻ പ്രമോദ്, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.